പിന്നെ ഇന്നത്തെ യാത്ര നമ്മൾ നേരെ ബഹ്റൈനിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ദമാ ബഹ്റൈൻ റൂട്ടിലാണ്. അപ്പോൾ നമ്മളെ കുറച്ച് കളിക്കൂട്ടുകാരുണ്ട് അവിടെ. ഓലെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാം. ഒരു കുറേ കാലമായി വിളിക്കുന്നുണ്ട്. ഒരുത്തന് ലൊക്കേഷൻ തന്നിരുന്നു ഒരു 1.5 മാസം മുമ്പ്. അപ്പോൾ ഓനൊരു സർപ്രൈസായിട്ട് ഓൻ്റെ റൂമിൽ കയറി ചെല്ലണം. അതാണ് ഇന്നത്തെ പരിപാടി. ഇപ്പോൾ ഏകദേശം ദമാമെന്ന് ബഹ്റൈനിലേക്ക് പോകുമ്പോൾ ഒരു കടൽപ്പാലാണ് വരുന്നത്. 10-25 കിലോമീറ്ററിന് മുകളിൽ വരുന്ന ഒരു കടൽപ്പാലം. അതിൻ്റെ നേരെ അക്കരാണ് ബഹ്റൈൻ വരുന്നത്. ഇതൊരു ദ്വീപ് രാജ്യമാണ്. ഇത് നമ്മളെ ലക്ഷദ്വീപിൻ്റെക്കാട്ടും ചെറിയൊരു സ്ഥലമാണ് കേട്ടോ ബഹ്റൈൻ എന്ന് പറഞ്ഞ്. ഏകദേശം 1971 ശേഷമാണ് ഒരു പൂർണ്ണമായിട്ട് രാജഭരണത്തിലേക്ക് ബഹ്റൈൻ എത്തിയത്. അതിൻ്റെ മുമ്പ് ബ്രിട്ടീഷുകാർ പല രാജ്യക്കാർ ഭരിച്ച സ്ഥലമാണിത്. ഈ 2025 കണക്ക് പ്രകാരം ഒരു 18 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരെ അവിടെ താമസമുള്ളൂ. അതിൽ തന്നെ 3.5 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യക്കാരാണ്. സ്വദേശികളെക്കാട്ടിലും കൂടുതൽ വിദേശികൾ താമസിക്കുന്നുണ്ട്. 50% മുകളിൽ വിദേശികളാണ് ഈ ബഹ്റൈനിൽ താമസിക്കുന്നത്. പല രാജ്യക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ബോർഡറിലൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോർഡർ വരെ നമുക്ക് നോർമൽ ആൾക്കാർക്ക് വരാം. ഈ കടൽപ്പാലം കയറുന്നതിന് ഒരു 25 റിയാലിൻ്റെ ഒരു ടോള് കൊടുക്കണം. അതേ മോഡൽ സൗദി വിസ ഉള്ളവർക്കൊക്കെ പിന്നെ ബഹ്റൈനിൽ കയറാൻ ഓണറേബിൾ വിസ കിട്ടും. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരു 50 റിയാൽ കൊടുത്താൽ ചിലപ്പം 15 ദിവസത്തെ കിട്ടും, ചിലപ്പോൾ ഒരാഴ്ച കിട്ടും. ഓരോരു മട്ടം പോലെ അങ്ങോട്ട് അടിച്ചു തരും. അപ്പം ഞാനേ ബോർഡർ ഒന്ന് ക്രോസ് ചെയ്യട്ടെ. സംഗതി ചെറുങ്ങനൊന്ന് ട്രാക്ക് മാറിപ്പോയി. ആ റെഡുള്ളടുത്ത് കയറിപ്പോയി. ആ ഗ്രീൻ ലൈറ്റ് കത്തുന്നിടത്ത് കയറണം. ഒന്ന് റിവേഴ്സ് എടുക്കുകയാണ്. ഗ്രീനിലേക്ക് വെച്ച് കൊടുത്ത് ബോർഡർ ക്രോസ് ചെയ്തിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ ബോർഡർ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞ് ഫൈനലി ബഹ്റൈനിലെത്തിക്കിന്. ഇത് കടലിൻ്റെ നടുവിലാട്ടോ ഈ ബോർഡർ കിടക്കണത്. ഇനിയും കുറച്ചും കൂടി ഒന്ന് കടൽപ്പാലുണ്ട് അക്കരെ കിടക്കാൻ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. നേരെ തന്ന ലൊക്കേഷനിലൊന്ന് പോയിട്ട് നമ്മുടെ കളിക്കൂട്ടുകാരനായ ലുലുവിൻ്റെ റൂം തപ്പി പിടിക്കണം. അടുത്ത പരിപാടി. എന്നിട്ട് അതിലിങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങ് തിരിച്ചു പോരും. അതാണ് പ്ലാന്. ഇത് ചെറിയ ചെറിയ കുറേ ദ്വീപുകൾ കൂടിച്ചേർന്ന ഒരു രാജ്യമാണ് കേട്ടോ. അതേ മോഡൽ ഇത് മുസ്ലിം രാജ്യം കൂടിയാണ്. മുസ്ലിങ്ങളിൽ തന്നെ 2 വിഭാഗം ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഒന്ന് സുന്നി വിഭാഗവും ഒന്ന് ഷിയ വിഭാഗവും. ഇതിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഷിയ വിഭാഗത്തിനാണ് കേട്ടോ. സംഗതി ഇതാ ബഹ്റൈൻ്റെ ഏതോ ഒരു തലസ്ഥാനത്താപ്പുള്ളത്. ഓക്കെ, ഹോട്ടലുകളാണ്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ബഹ്റൈൻ വണ്ടികളാണ്. നമ്മൾ സൗദി, ഇത് ബഹ്റൈന്, അപ്പുറത്തെ സൗദി. ഏതായാലും ബഹ്റൈൻ്റെ ഉള്ളിലാട്ടുള്ളത്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ലുലു ഉള്ളത്. ഓൻ ഓർമ്മയില്ല ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ അതിൽ കയറി ഒന്ന് തപ്പി നോക്കട്ടെ. ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യാണ്. എത്രാമത്തെ നിലയെന്നറിയില്ല. ഓന് നാളെ 156 നമ്പർ പറഞ്ഞു. ഒന്ന് തപ്പി പിടിക്കട്ടെ. ബിൽഡിങ്ങിനുള്ളിലാണ് എടാ നോക്കുക. 156 1-ാം നിലയിൽ തന്നെ ആയിക്കുന്നാണ് വിചാരിക്കാം. നോക്കട്ടെ, ഇതാണ് 156 പറഞ്ഞു കേട്ടോ. ഒന്ന് ആരായിക്കല്ലേ വരിക, ഒരു ഐഡിയ ഇല്ല. ഒന്ന് നോക്കട്ടെ. ലുലു ആണല്ലോ. ലുലു ഇവിടെ ഉണ്ടോ? റൂമിലുണ്ടോ? ഒന്ന് വിളിക്കുമോ? ഒന്ന് വിളി. വേറെ ഒരുത്തം വന്നു കഴിഞ്ഞിട്ട് ഡോറ് തുറന്നാട്ടോ. ബോസിനെ വിളിക്കാൻ പറഞ്ഞിരുന്നു. ബോസ് എന്താ അവസ്ഥയിലാണ് വരിക എന്നൊരു ഐഡിയ ഇല്ല. താഴത്തുനിന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം.
ഏതായാലും ഇവിടെ എത്തിയ ഓന ടൗസർ ഉടുപ്പിച്ച് ഇറക്കിക്കുന്നു കേട്ടോ. ഓൻ്റെ വണ്ടിയിലേക്ക് കയറുകയാണ്. എൻ്റെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇതാ മർഹബ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോണത് ഇത് എൻ്റെ ബിൽഡിംഗ് ഈ സ്ഥലത്തിന് പേര് ചെയ്യും. ഇതാണ് മനാമ. മനാമ. ഇവിടെ നമ്മൾ പോകുന്നത് പോവാണ്. എവിടെയാണ് ഇതിപ്പോ? നമ്മളിപ്പോ ജുഫൈറിലേക്ക് പോവാണ്. മനാമെന്ന് ജുഫൈറിലേക്ക്. ഇതാണ് മെയിൻ സെന്റർ അല്ലേ? നമുക്ക് പാലം കയറി പോയിക്കാണെങ്കിൽ ജുഫൈറിലേക്ക്. ജുഫൈറിലെ അതാണ് ഇവിടുത്തെ ഗ്രാൻഡ് മോസ്ക്. ആണ് ഗ്രാൻഡ് മോസ്ക്. അതിലെ അത്തലക്ക് കൈലങ്കരപ്പ അതിനടുത്ത് വലിയൊരു ലൈബ്രറി ഉണ്ട്. ഇതേ ബഹ്റൈൻ്റെ ഏകദേശം ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന് തന്നെ പറയാൻ പറ്റിയ സ്ഥലമാണ് ഉമ്മുല്ലസം. ഒരുവിധം എല്ലാ ഹോട്ടലും ഉള്ളൊരു ഏരിയ ആണിത്. ഏതായാലേ ഹോട്ടലുള്ളിടത്ത് എത്തിയാലേ ലുലുവിന് നിർബന്ധമായിട്ടൊരു ചായ കുടിക്കണം. എനിക്കൊരു നിർബന്ധവും ഇല്ലാത്ത മുതലവും. അങ്ങനെ ഏതായാലും ഒരു ഹോട്ടലായിട്ട് കയറിക്കിന്. ഇനി ഓൻ ചായക്ക് ഓർഡർ കൊടുത്ത് ഞാനൊരു ലൈമിനും. അതിൻ്റെ കൂടെ കടിയായിട്ടാണെങ്കിലോ മീനും വായൻ്റെ പൊതിഞ്ഞ മീൻ അതാ കൊണ്ടുവച്ചന്ന്. ഏതായാലും അത് കുടിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നേരെ ഇരുട്ടായിക്കിന്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാനുള്ള തീരുമാനത്തിലെത്തിക്കിന്. രാവിലെ തന്നെ ഓന് നല്ല ദോശ ഇഡ്ഡലി ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. അതും കൂടി നോക്കിയിട്ട് നമുക്ക് എണീച്ചാട്ട് പോവാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് തരുന്ന മനുഷ്യനാണ് അവന്. രാവിലെ എന്തേത് ഇന്നലെ പറഞ്ഞെങ്കിനോട് എന്തേത് ഉണ്ടായി തരാം? രാവിലെ എണീച്ചിട്ട് ദോശ ഇഡ്ഡലിയോ ഉണ്ടായി തരാന്നൊക്കെ പറഞ്ഞല്ലേ? നേരെ ടൈം ഫോണിൽ ടൈമൊന്നും കാണിക്കും 11 സംതിങ് കേട്ടോ കാണുക. അതൊന്ന് ഞെക്കിയപ്പോൾ ഒന്ന് കാണിച്ചു തരൂല. 11 മണിയായപ്പം പിന്നെ വാങ്ങി തരാത്. ഇനിയിപ്പോൾ ആരാ വരാണ്ട്? നമുക്ക് പി പി വരാണ്ട്. എന്നിട്ട് ഞാൻ എന്താക്കുന്ന അറിയോ? ഞാൻ എൻ്റെ നാട്ടിൽ പോകും. വേഗം വിടും. ഏതായാലും എനിക്ക് 11 മണിയായപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി തന്നിങ്ങാണ്ട് ചോറ് തിന്നെ ടൈം ആയിക്കിന്. വിശന്നിങ്ങാണ്ട് കുടല് കരഞ്ഞു. രാവിലെ എന്നോട് പറഞ്ഞതാണ് ഏത് നല്ല ഇഡ്ഡലി ഉണ്ടാവും ദോശ ഉണ്ടാവും. വലൈക്കും സലാം. ഓ ഇല്ല, ഞങ്ങളെ നാട്ടിന്റെ പ്രമുഖനും 2 പൊറാട്ട. ഞങ്ങളുടെ നാട്ടിലെ പ്രമുഖരും ബഹ്റൈൻ്റെ കാരണവരും പണ്ട് കുവൈത്ത് അടക്കി വരച്ചിങ്ങാണ്ട് ബഹ്റൈനിലെത്തിയ എല്ലാ രാജ്യവും അടക്കി വരച്ചിങ്ങാണ്ട് ഇവിടെ എത്തിയ എൻ്റെ സ്വന്തം പി പി. അങ്ങനെ കാണുക അതല്ലേ? എവിടെയല്ലേ അടക്ക് കിളി പോയ മാതിരി നിൽക്കുക. കിളി പോയിക്കുന്നു. അങ്ങനെ ഏതായാലും പീപ്പിനെയും കണ്ട് ഇനി റിയാസിനൊന്ന് കാണണം. റിയാസ് വിളിച്ചിരിക്കുന്നു. നമ്മളെ വേറൊരു സുഹൃത്താണ്. അപ്പോൾ ഓനെ പോകുന്ന വഴിക്കൊന്ന് കാണുക. എന്നിട്ട് ലുലുവിൻ്റെ റൂമിലെടുത്ത് തട്ടുക. നേരെ ഒരു 2-3 മണിയാകുമ്പോഴേക്കും എനിക്ക് എൻ്റെ നാട്ടിലെത്തണം. വലൈക്കും സലാം. അടുത്ത നേതാവ് വന്നിരിക്കുന്നത്. നേതാവ് നമ്മളെ നേതാവ്. പ്രൊമോഷന് എന്റെ കമ്പനിക്ക് എന്തോ പ്രൊമോട്ട് ചെയ്യാനുണ്ടോ? കമ്പനി വെറുതെ വിട്ടാ മതി. അത് ചെയ്തതേ ഓർമ്മ ഉണ്ടാവും. ആ പാട്ട് കേട്ടാൽ അടുത്തുള്ളവരെ ഉണ്ടോ? എന്റെ പേര് പോലെ. അപ്പൊ ഇതിനാണ് നേതാവ് നടക്കൽ റിയാസ്. ബാക്കി ഞങ്ങള് കുത്തിട്ട് എല്ലാം കയറി. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് പോവാ. താങ്ക് യു. ടുമാറോ കാണാം. അടുത്ത ആഴ്ച കാണാം. അപ്പൊ വേറെ എന്താ അറിയോ, ഞമ്മക്ക് ബഹ്റൈൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഫുള്ളായിട്ട്. അതിന് ഞാനൊരു ദിവസം വരും. ഫാമിലി ഒക്കെ പറയില്ല. പ്രശ്നം. ഓക്കെ.